സോഷ്യൽ മീഡിയ ഇന്നത്തെ യുവജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നു? എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുബിൻ ബാബു. ഞാൻ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ ചെറിയൊരു കടലോര ഗ്രാമമാണ്, പുല്ലോളി എന്ന് പറയും. ഞാൻ പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് ഏകദേശം 17 വർഷമായി. 3 വർഷം ദുബായിലും പിന്നെ കഴിഞ്ഞ 14 വർഷത്തോളം ഞാൻ ഖത്തറിലുണ്ട്. എൻ്റെ കുടുംബം എന്നോടൊപ്പം തന്നെ ഉണ്ട്. ഞാനൊരു കൺസൾട്ടൻറ്റിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ട വിനോദം ഫുട്ബോളും ക്രിക്കറ്റുമാണ്. അതിനേക്കാളും എനിക്കിഷ്ടം വായന എൻ്റെ ലഹരിയാണ്. ചോദ്യത്തിലോട്ട് വരാം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം 100% വളരെ സ്വാധീനിക്കുന്നുണ്ട് യുവാക്കളുടെ ഇടയിൽ. പ്രത്യേകിച്ച് പല മേഖലയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ. ചില വ്യക്തികൾ എടുക്കുമ്പം ചിലർ അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അതിനെ വൈകൃതമായിട്ട് ചിന്തിച്ചുകൊണ്ട് പല തെറ്റിദ്ധാരണകളും പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നവർ ചിന്തിച്ചു നോക്കുക, എത്രത്തോളം നല്ല രീതിയിൽ ആ സോഷ്യൽ മീഡിയ നമ്മൾ ഹെൽപ്പ് ചെയ്യണത്. ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് പോലത്തെ എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനെ നമ്മൾ ഒന്ന് നോക്കിയിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാം നല്ലതാണ്, ചീത്തയായിട്ടൊന്നുമില്ല. അതിനെ മിസ്യൂസ് ചെയ്യുന്നവരാണ് അതിനെ വൈകൃതമാക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കിയാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചത്. ഞാൻ എൻ്റെ വൈഫിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതി ഫേസ്ബുക്കിലിട്ട് അത് വായിച്ചതിന് ശേഷം UK ഇരിക്കുന്ന ഒരു ചേട്ടൻ ഒരു കമന്റ് ഇട്ട് ഞാൻ വൈഫിനെ ഓർത്ത് പോയി, സ്നേഹം കുറഞ്ഞു പോയി, ഞാൻ എൻ്റെ വൈഫിനെ സ്നേഹിച്ചു തുടങ്ങും. അതെല്ലാം പോട്ടെ, കൊറോണ സമയത്ത് എല്ലാവരും വീടിന്റെ അകത്തായപ്പം ഒരു ഫ്രസ്ട്രേഷനിൽ ഇരുന്നപ്പം എന്താ നമ്മൾ സഹായിച്ചേ? ആ ഫ്രസ്ട്രേഷനൊക്കെ നമുക്ക് മാറ്റാൻ സഹായിച്ചത് സോഷ്യൽ മീഡിയ അല്ലേ? നമ്മുടെ കേരളത്തിൽ പ്രളയം വന്നപ്പോ ഉണ്ടല്ലോ, കൈത്തറ്റം വെള്ളത്തിൽ മുങ്ങിട്ട് പറയാം എന്നെ രക്ഷിക്കൂ എന്നുണ്ട്. എന്നിട്ട് ആ സ്പോട്ടിൽ ആൾക്കാർ പറയുക, ഇന്ന് സ്പോട്ടിൽ ഇന്ന ആള് എവിടെ കുരുക്കിടക്കിയ പോയി രക്ഷപ്പെടുത്തണമെന്ന്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയ അതിന്റെ ഉപയോഗത്തിൽ പർപ്പസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ്. അത് ചീത്തയാക്കുന്നത്